ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒത്തിരി നാൾ കഴിഞ്ഞാണ് ഇപ്പോൾ വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു മത്തങ്ങ വെച്ച് നല്ല സ്പെഷ്യലായിട്ടൊരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ മത്തങ്ങ വെച്ച് സാമ്പാർ ഉണ്ടാക്കും, എരിശ്ശേരി ഉണ്ടാക്കും. പക്ഷെ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഹൽവയാണ്. എന്നാലും വീഡിയോയിട്ട് പോയാലോ? വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാലും വീഡിയോയിട്ട് പോവാം. എന്നാൽ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടി ചെറിയൊരു മത്തങ്ങ എടുത്തിട്ടുണ്ട്. മത്തങ്ങ നമ്മൾ യെല്ലോ പംകിനാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യം 3-4 കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ച ശേഷം അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കുരുവെല്ലാം മാറ്റി നമുക്കതൊന്ന് ക്യാരറ്റൊക്കെ ചീകത്തില്ലേ അതിനകത്തോട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. കണ്ടില്ലേ, ഞാൻ അതെല്ലാം തൊലിയെല്ലാം വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ചെറിയ ഇതിനകത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, നല്ല ഷേപ്പായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിക്കകത്തോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് കാഷ്യൂനട്ട്സ്, കശുവണ്ടി ഒന്ന് നല്ല ബ്രൗൺ കളറിലാകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനകത്ത് തന്നെ നമുക്ക് ഡ്രൈ റൈസിൻസ് ഉണ്ടല്ലോ, നമ്മുടെ മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങയുടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് അതുകൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് റൈസിൻസ് ഇടുമ്പം അതൊന്ന് ഇങ്ങനെ ബോള് ഉരുണ്ട് വരും. അപ്പോഴത്തേക്ക് നമുക്കത് നിർത്താം. അത് കഴിഞ്ഞ ശേഷം അതിനകത്ത് തന്നെ നമുക്ക് ചീകി വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ച മണം മാറണ വരെ വഴറ്റിയെടുക്കാം. അതിനകത്തോട്ട് ഒരു 1/2 ലിറ്റർ പാൽ അവിടെ അരിച്ച് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് വല്ലതും പൊടിയോ വല്ലതും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണ് പാൽ അരിച്ചും കൂടി ചേർക്കുന്നത്. അതൊരു 1/2 ലിറ്റർ പാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചാറിച്ച പാൽ ചേർക്കാൻ പറ്റും. ഞാൻ ഇവിടെ പച്ച പാൽ തന്നെ ചേർക്കുന്നത്. ആ പാലൊഴിച്ച് ആ പാലിനകത്ത് കിടന്ന് മത്തങ്ങ ഒരു 10 മിനിറ്റെങ്കിലും വെന്ത് വരണം. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയുടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാലിനകത്തിരുന്ന് നല്ലപോലെ പംകിൻ നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് ഒരു 10-20 സ്പൂണെങ്കിലും പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ചെറിയ സ്പൂണിലായിടുന്നത്. അത് നമ്മുടെ മധുരം അനുസരിച്ച് ഇട്ട് കൊടുക്കണം. കുറച്ചേറെ ഇട്ട ശേഷം നമുക്ക് വായിക്കാതെ വെച്ച് നോക്കിയാൽ മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പം മധുരത്തിൻ്റെ കണക്ക് ഞാനിവിടുത്തെ കണക്കനുസരിച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കണക്കിന് മധുരം ചേർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മധുരം ചേർത്ത ശേഷം നല്ലപോലെ ഇളക്കി പാലും പഞ്ചസാരയൊക്കെ നല്ലപോലെ വറ്റി വന്ന ശേഷം കണ്ട് ഇതുപോലെ ചുരുണ്ടിങ്ങനെ വരും. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വരുമ്പോൾ നമ്മുടെ അലുവ റെഡിയായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കശുവണ്ടിയും മുന്തിരിങ്ങയൊക്കെ അതിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് വേണമെങ്കിൽ മൈദയൊക്കെ ചിലർ ചേർക്കും. ഒന്ന് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടി, ഒന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടി. ഞാനൊന്നും ചേർക്കുന്നില്ല, മത്തങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള മത്തങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഉരുണ്ട് വരും. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഹൽവ നമുക്കൊരു പാത്രത്തിനകത്തോട്ട് നെയ്യ് തേച്ച് പാത്രത്തിനകത്തോട്ട് പകർന്ന് കൊടുക്കാം. അപ്പോൾ ആറിയ ശേഷം നമുക്കത് കഴിക്കാൻ പറ്റും. നല്ല രുചിയുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അയക്കാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.